ഹലോ. ഒരു ബ്രേക്ക്ഫാസ്റ്റ് റൂട്ടീൻ കണ്ടാലോ? അപ്പോൾ നൂൽപുട്ടും ചെറുപയർ കറിയാണ് ട്ടോ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നൂൽപുട്ടിനുള്ള പൊടി ഞാന് ചൂടുവെള്ളത്തില് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദാ അതിൻ്റെ അച്ചിലേക്ക് അത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനെപ്പോഴും നൂൽപുട്ട് വലിയൊരു ചെമ്പട്ടിയില് തുണി ചുറ്റിയിട്ട് അതിലാണ് നൂൽപുട്ട് പിഴിയാറ്. അതാവുമ്പോൾ നമുക്ക് കുറച്ച് വലിപ്പത്തില് തിന്നായിട്ട് കുറച്ചധികം തന്നെ നൂൽപുട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. പിന്നെ നമ്മുടെ ജോലി എളുപ്പമാവും. അങ്ങനെയാണ്. അപ്പോൾ ദാ നല്ല ചൂടുള്ള നൂൽപുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ചെറുപയർ ഞാൻ നൈറ്റ് വെള്ളത്തിലിട്ട് വെക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല. അത് നമുക്ക് ആവശ്യത്തിനുള്ള ചെറുപയർ എടുത്തിട്ട് അതൊരു കാസറോളിലേക്ക് വെച്ചിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂർ, 1 മണിക്കൂർ വെച്ചാൽ അത് നന്നായി സോക്കായി കിട്ടും. അപ്പോൾ ദാ ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് വെല്ലുള്ളി, തക്കാളി, ഉരുളക്കിഴങ്ങ്, പിന്നെ കുറച്ച് മസാലപ്പൊടികൾ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് ചിക്കൻ മസാലയും, വലിയ ജീരകം പൊടിച്ചതും, ഒരു പിഞ്ച് ഗരം മസാലയും ഉപ്പൊക്കെ ഇട്ട്, പിന്നെ ചെറുപയർ നന്നായി കഴുകിയെടുത്ത് അതും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച്, പിന്നെ ഇത് തിളക്കുമ്പോൾ പൊന്തി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ കൂടി അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുക്കർ മൂടി വെച്ച ശേഷം നമ്മൾ എപ്പോഴും കൊടുക്കണേക്കാളും ഒരു വിസിൽ കൂടി എക്സ്ട്രാ കൊടുക്കുക. നൈറ്റ് സോക്ക് ചെയ്യാൻ മറന്നതാണല്ലോ അതുകൊണ്ട്. പിന്നെ അതൊന്ന് തൂമിച്ചെടുക്കുക. ചെറുള്ളി വെച്ചിട്ട് ആണ് ഞാൻ തൂമിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ രാവിലത്തെ കറിക്ക് ഞാൻ അധികവും തേങ്ങയൊന്നും അരക്കാറില്ല കേട്ടോ. ഇപ്പോഴത്തെ തേങ്ങയുടെ വിലക്ക് തേങ്ങ അരക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അതിനാണ് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതാകുമ്പോൾ കറി കുറച്ച് തിക്കായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ദാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ കറിയും നൂൽപുട്ടും ചൂട് ചായയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.